എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പി.വി. അൻവർ UDF വേദിയിൽ. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി.വി. അൻവർ. UDFനുള്ള സമ്മാനവും അൻവർ വേദിയിൽ പ്രഖ്യാപിച്ചു. UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ SP പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റായി. അപ്പോൾ തറവാട്ടിക്ക് വന്നപ്പോൾ ഒന്നും കൊടുത്തില്ലെന്നാരും പരാതി പറയണ്ട. അപ്പോൾ തറവാട്ടിക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷിബു വിജയ് ജോൺ, CP ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട്, ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ്. നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു അനുയായിയായി ഞാൻ ഉണ്ടാകുമെന്ന് ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്ക് നിർത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര പ്രചരണ ജാഥയ്ക്ക് എടക്കരയിൽ നൽകിയ സ്വീകരണ യോഗത്തിലാണ് പി.വി. അൻവർ സർക്കാരിനെ കടന്നാക്രമിച്ചത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെങ്കിൽ ഇടതു സർക്കാർ പുറത്തു പോകണം. വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ വനമന്ത്രി പാട്ടുപാടി രസിക്കുകയാണ്. കേരളം നിലവിൽ ഭരിക്കുന്നത് ക്രിമിനൽ സംഘമാണെന്നും അൻവർ ആരോപിച്ചു. ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ വനം മന്ത്രിയാണ്. 4 ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് ശവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ്. എന്താ സദസ്? ഫാഷൻ ഷോ. നിങ്ങൾ മനസ്സിലാക്കണം, 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. എന്താണ് ഈ ഒരു മെസ്സേജ്? പാട്ട് നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന CP ഒക്കെ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട്. ആ പാട്ട് എന്തിനു വേണ്ടിയാ? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനമേള വെക്കാറുണ്ട്, ബിരിയാണി ചാലഞ്ച് വെക്കാറുണ്ട്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും, ഞാനടക്കം, അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത്. ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിന്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോ ഒരു മടിയും കൂടാതെ ജനങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മലയോര ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് UDFനൊപ്പം ഉണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള സർക്കാർ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. UDF നിലമ്പൂരിൽ 30,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കും. വയനാട് പനമരം പഞ്ചായത്തിലെ LDF ഭരണം അവസാനിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും തറവാട്ടിലേക്ക് ചെറിയ സമ്മാനവുമായിട്ടാണ് എത്തിയതെന്നും അൻവർ പറഞ്ഞു. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജിവെച്ചല്ല. ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തി. UDF നിലനിർത്തി, LDF നിലനിർത്തി. വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFനുണ്ടായി എന്നൊരു വസ്തുതയാണ്. അത് പോരാ. LDFന് അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം
തോന്നിവാസം, ഈ അഴിമതി, ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെച്ചത്. ഇവിടെ വരാനിരിക്കുന്ന 26 തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും. നിങ്ങൾ എഴുതി വെച്ചോ. 13-ാം തീയതി ഞാൻ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് 30,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറപറ്റിക്കുമെന്നാണ്. അത് തറപറ്റിച്ചിരിക്കും. അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ. ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, സി.പി. ജോൺ, മോൻസി ജോസഫ്, രാജൻ ബാബു, ഷാഫി പറമ്പിൽ എം.പി, എം.എൽ.എമാരായ പി.കെ. ബഷീർ, എ.പി. അനിൽകുമാർ, യു.എ. ലത്തീഫ്, സന്ദീപ് വാര്യർ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു അൻവറിന്റെ പ്രസംഗം. യു.ഡി.എഫ് വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. എ+ വിഷൻ, എടക്കര. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.